വെൽക്കം ടു മനോരമ ഹൊറൈസൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ പോയിന്റ്സ് ആൻഡ് സർക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ 1 പോയിന്റ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ് ഉണ്ട് ആൻഡ് 3 പോയിന്റ്സ് ഉണ്ട്. പിന്നെ സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സർക്കിൾ പാസിംഗ് ത്രൂ 1 പോയിന്റ് അല്ലേ? സർക്കിൾ പാസിംഗ് ത്രൂ 1 പോയിന്റ്. ഈ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന എത്ര സർക്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന എത്ര സർക്കിൾസ് എനിക്ക് വരയ്ക്കാൻ പറ്റും? ഞാനൊരു പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്തു. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം റേഡിയസ് ആക്കി എടുത്ത് എനിക്കൊരു സർക്കിൾ വരയ്ക്കാൻ മേലെ അത് ഞാൻ വരച്ചു. ഇനി അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുന്നു. ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ഈ നമ്മുടെ പോയിന്റ് വരെയുള്ള ദൂരം റേഡിയസ് ആക്കി നമുക്ക് അടുത്ത സർക്കിൾ വരയ്ക്കാൻ മേലെ യെസ്, ആ സർക്കിളും വരച്ചു. ഇനി ഒന്ന് ആലോചിച്ചു, ഇനി ഇത് സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? പറ്റും. അത് ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കുന്നു, ഇത് ഇവിടെ വേറൊരു സർക്കിൾ വരയ്ക്കാം, വീണ്ടും ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം, വീണ്ടും അടുത്ത സർക്കിൾ ഇവിടെ വരയ്ക്കാം, അടുത്ത സർക്കിൾ ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം. ഈ രണ്ട് സൈഡിലോട്ട് മാത്രമേ സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ? അല്ല, ഇവിടെ ഒരു പോയിന്റ് സെന്റർ ആക്കിയെടുത്ത് ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിയെടുത്ത് ഇവിടെ എനിക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇത് കറക്റ്റ് സർക്കിൾ അല്ല, സർക്കിൾ ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ താഴേക്ക് ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുത്ത് എനിക്ക് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം, ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. അതുപോലെ തന്നെ മുകളിലേക്കും ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. അങ്ങനെ ഒരു പോയിന്റിൽ കൂടെ തന്നെ നമുക്ക് എത്ര സർക്കിൾ വരയ്ക്കാം? ധാരാളം സർക്കിൾ വരയ്ക്കാം അല്ലേ? ഒത്തിരി സർക്കിൾ വരയ്ക്കാം ഈ ഒരു പോയിന്റിൽ കൂടെ തന്നെ അല്ലേ? ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ 2 പോയിന്റ്, സർക്കിൾ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്, ഈ 2 പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന സർക്കിൾ. ഇപ്പം 2 പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ 2 പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ, എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? ഈ 2 പോയിന്റിൽ കൂടെ കമ്പൽസറി ആയിട്ട് കടന്നു പോകണം. ആലോചിച്ച് നോക്കിയേ, അതെങ്ങനെ നമ്മൾ വരയ്ക്കും? ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമേ ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ 2 പോയിന്റും സർക്കിളിലായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അതെ. അപ്പോൾ ഒരു സർക്കിളിലെ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈന് പറയുന്ന പേരെന്താ? എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോഡ് അല്ലേ? കോഡല്ലേ? അതെ, ഈ സർക്കിളിലെ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്ന പേര് കോഡ്. അപ്പം ഈ കോഡ് ഡയമീറ്റർ ആക്കി നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കും? എങ്ങനെ ഇതിന്റെ അപ്പം ഇത് ഡയമീറ്റർ ആണെന്ന് കണ്ടു നമ്മൾ. ഈ കോഡിനെ നമ്മൾ ഡയമീറ്റർ ആക്കി നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ പോകണം. അപ്പൊ നമുക്ക് സർക്കിളിന് ഒരു സെന്റർ വേണം. സെന്റർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഈ ഡയമീറ്ററിന്റെ അല്ലെങ്കിൽ ഈ കോഡിന്റെ, അതായത് ലോങ്സ്റ്റ് കോഡാണല്ലോ ഡയമീറ്റർ അല്ലെ? അപ്പം ഈ ഡയമീറ്റർ അല്ലെങ്കിൽ ഈ കോഡിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്? അതായത് കോമ്പസിൽ ഈ പോയിന്റിൽ നിന്ന് പകുതിയിൽ കൂടുതൽ ഇങ്ങോട്ട് ലെങ്ത് അളന്നെടുത്ത് ആർക്ക് വരയ്ക്കണം അല്ലെ? ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കണം. അതേപോലെ തന്നെ അതേ ദൂരത്തിൽ ഇവിടുന്ന് ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് ആർക്ക് വരയ്ക്കണം അല്ലെ? ഇങ്ങനെ ആർക്ക് വരയ്ക്കണം. അപ്പൊ 2 ആർക്ക് നമുക്ക് അവിടെ കിട്ടി. ഈ ആർക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. അങ്ങനെ ആ ലൈനും വരച്ചു. അപ്പൊ ആ ലൈൻ പാസ് ചെയ്യുന്നത് നമ്മുടെ കോഡിന്റെ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ സെൻട്രൽ കൂടെ ആയിരിക്കും. ഇതാണ് സർക്കിളിന്റെ സെന്റർ എന്ന് കിട്ടി. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ ഇവിടെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനോട്ട് പോവാം. സർക്കിൾ പാസിംഗ് ത്രൂ 3 പോയിന്റ്സ്. ഇവിടെ നമുക്ക് 2 കേസസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതാണ്, 3 പോയിന്റ്സ് ആർ ഓൺ എ ലൈൻ. അതായത് 3 പോയിന്റും ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണം. ഒരേ ലൈനിൽ തന്നെ വരുന്ന കേസുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് 3 പോയിന്റ് ഒരേ ലൈനിൽ തന്നെ വരിക? ഞാൻ ഇവിടെ ഒരു പോയിന്റ് വരച്ചു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ 3 പോയിന്റും ഒരു ലൈനിലെ പോയിന്റുകളാണ്. ഓക്കെ, ഇനി ഈ 3 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ 3 പോയിന്റും ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട്, ഈ പോയിന്റിൽ നിന്ന് മൂന്നാമത്തെ പോയിന്റിലേക്ക്.
ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്ത് നമുക്കൊരു ലൈൻ, ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ദൂരം റേഡിയസ് ആക്കി എടുത്തോണ്ട്, അതായത് ഈ നടുക്കത്തെ ഈ പോയിന്റിനെ സെന്റർ ആക്കി എടുത്തോണ്ട് നമുക്കൊരു സർക്കിൾ വരച്ച് നോക്കാം. ആ സർക്കിൾ വരച്ചാൽ എങ്ങനെ ഇരിക്കും? സർക്കിൾ വരച്ചാൽ കറക്റ്റ് സർക്കിൾ ആയിരിക്കില്ല, ഇങ്ങനെ ഇരിക്കും അല്ലേ? അന്നേരം ഇത് 3 പോയിന്റ് കൂടെ പാസ് ചെയ്തോ? ഇല്ല, നടുക്കത്തെ സെന്ററിൽ കൂടെ പാസ് ചെയ്യില്ല അല്ലേ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ ദൂരം റേഡിയസ് ആക്കി എടുത്ത് വെച്ചൊരു സർക്കിൾ വരച്ചാലോ? എന്നാലും ആ സർക്കിള് ഇത് ഇങ്ങനെ തന്നെ നടുക്കത്തെ പോയിന്റിൽ ടച്ച് ചെയ്യാതെ പോവും അല്ലേ? ടച്ച് ചെയ്യാതെ പോവും. എന്നാലും 3 പോയിന്റ് കൂടെ നമുക്ക് ഒരു ലൈനിലുള്ള ഒരു 3 പോയിന്റ് കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ഇനി ഈ പോയിന്റിനെ സെന്റർ ആക്കി എടുത്തോണ്ട് ഒരു സർക്കിൾ, ഈ പോയിന്റിലേക്കുള്ള ദൂരം റേഡിയസ് ആക്കി എടുത്ത് സർക്കിൾ വരച്ചാലോ? അത് ഇങ്ങനെ പോവും. എന്നാലും ഈ സർക്കിളും 3 പോയിന്റും ജോയിൻ ചെയ്യുന്നില്ല, 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നില്ല. ഈ പോയിന്റ് റേഡിയസ് ആക്കി, ഈ പോയിന്റ് സെന്റർ ആക്കി എടുത്തോണ്ട് ഇങ്ങോട്ടുള്ള ദൂരം റേഡിയസ് ആക്കി ഒരു സർക്കിൾ വരച്ചാലോ? അത് ആ സർക്കിൾ ഇങ്ങനെ ഇരിക്കും. അപ്പം തേർഡ് പോയിന്റ്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, ഈ പോയിന്റ് കൂടെ കയറുന്നില്ല, സർക്കിൾ പാസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 3 പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 3 പോയിന്റും ഒരു ലൈനിലുള്ള പോയിന്റുകളാണെന്നുണ്ടെങ്കിൽ ആ 3 പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് കേസിലേക്ക് പോവാം. എന്താ ഇതിന്റെ സെക്കൻഡ് കേസ്? ഈ 3 പോയിന്റും ഒരു സർക്കിളിലെ, അല്ലെങ്കിൽ ഈ നമ്മൾ തന്നിരിക്കുന്ന 3 പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റുകൾ അല്ലാതെ വരുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് 3 പോയിന്റ് എന്ന് വിചാരിക്കാം. ഈ 3 പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ് ആണോ? അല്ല, 3 സ്ഥലത്ത് നിൽക്കുന്ന പോയിന്റുകളാണ് അല്ലെ? അപ്പം ഈ പോയിന്റുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയാൽ വരയ്ക്കാൻ പറ്റുമോ? നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലെ? ഓക്കെ. ആദ്യമേ ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വൺ പെയർ ഓഫ് ലൈൻ നമ്മൾ വരയ്ക്കണം. അതായത് ഞാൻ ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ. അപ്പം ആ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഈ 2 ലൈനിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടറുകൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? 2 പോയിന്റിലെയും പെർപെൻഡിക്കുലർ, ഇപ്പം ആദ്യമേ ഫസ്റ്റ് ഈ ലൈനിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കും? ഒന്ന് ആലോചിച്ചേ. ആദ്യം ഈ പോയിന്റിൽ നിന്ന് കോമ്പസിൽ പകുതിയിൽ കൂടുതൽ ലെങ്ത് കോമ്പസിൽ അളന്നെടുത്ത്, ഈ ലൈനിന്റെ പകുതി കൂടുതൽ ലെങ്ത് അളന്നെടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കും. അതേപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും പകുതിയിൽ കൂടുതൽ സെയിം അളവെടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കും. അപ്പൊ ആ 2 ആർക്കുകളും ജോയിൻ ചെയ്യുന്ന പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കും അല്ലെ? അതായത് ഇവിടെ ഒരു ആർക്ക് വരും, ഇവിടെ ഒരു ആർക്ക് വരും. ഇങ്ങനെ ഈ 2 ആർക്കുകളെയും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരച്ചാല് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ആണല്ലോ? ഓക്കെ. അതുപോലെ തന്നെ താഴത്തെ ഈ ലൈനിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കണം. ഈ ലൈനിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ കുറച്ച് മുമ്പ് മുകളിലത്തെ ലൈനിന്റെ വരച്ച അതേപോലെ തന്നെ പകുതിയിൽ കൂടുതൽ അളന്നെടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ താഴെയും ആർക്ക് വരയ്ക്കുന്നു. അപ്പൊ ഈ 2 ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന് ഈ താഴത്തെ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ആണല്ലോ? അതെ. ഞാനിങ്ങനെ ജോയിൻ ചെയ്യുന്നു. അപ്പം ഈ 2 സൈഡിന്റെയും ഈ 2 ലൈനിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇത് അല്ലെ? അപ്പം നമ്മൾ സർക്കിൾ വരയ്ക്കേണ്ടത് ഈ പോയിന്റ് സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ദൂരം, ഈ ദൂരം റേഡിയസ് ആക്കി എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കണം. ആ ദൂരം റേഡിയസ് ആക്കി എടുത്ത് ഒരു സർക്കിൾ വരച്ചാൽ എങ്ങനെ ഇരിക്കും സർക്കിള്? ഇങ്ങനെ ഇരിക്കും അല്ലെ? അത് 3 പോയിന്റിൽ കൂടെ കടന്നു പോകും. മനസ്സിലായോ? അതായത് 3 സർക്കിൾ പാസിംഗ് ത്രൂ 3 പോയിന്റ്സ്. അതിൽ നമുക്ക് 2 കേസ് ഉണ്ട്. കേസ് 1 എന്ന് പറയുന്നത് ഈ 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ, അങ്ങനെ ഒരു കേസാണ് വരുന്നതെങ്കിൽ ആ 3 പോയിന്റും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല. അതേസമയം ഈ 3 പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് അല്ലെങ്കിലോ നമുക്ക് ആ 3 പോയിന്റ്സും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് വരച്ചെടുക്കാം.
ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സെയിം സർക്കിളിന്റെ, അതായത് കുറച്ച് മുമ്പ് കണ്ട ഈ സർക്കിളിന്റെ ഈ പോയിന്റ് മൂന്നാമത്തെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഞാൻ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? എനിക്ക് എങ്ങനെ കിട്ടും? ഇതുപോലെ കിട്ടും അല്ലേ? ഇത് ഞാൻ കുറച്ച് നീറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ് കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ ഈ സർക്കിളിനകത്ത് എന്താണ് നമുക്ക് കിട്ടിയത്? ഈ ഒരു രൂപം എന്താണ്? ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്തുള്ള ഈ രൂപം എന്താണ്? ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഇതിനകത്ത് ഒരു ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ കിട്ടി. ഇങ്ങനെ വരുന്ന ഈ സർക്കിളിനെ പറയുന്ന പേരാണ് സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് സർക്കിൾ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് സർക്കിൾ? ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിൽ കൂടെയും പാസ് ചെയ്യുന്ന സർക്കിളാണ് ഇതിന്റെ സർക്കിൾ. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ലൈന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഞാൻ വരയ്ക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ പകുതിയിൽ കൂടുതൽ ഇങ്ങോട്ട് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും വരയ്ക്കുന്നു. ഇങ്ങനെ 2 പോയിന്റിൽ നിന്ന് ആർക്ക് വരച്ച് ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ ഈ മൂന്നാമത്തെ സൈഡിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അപ്പൊ അതിൽ നമുക്ക് എന്താ മനസ്സിലായത്? ഇപ്പൊ ഈ പടത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നല്ലേ? അല്ലെങ്കിൽ ഒരു പോയിന്റില്, ഒരു കോമൺ പോയിന്റില് ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ എനി ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. മനസ്സിലായോ? അതായത് ഏത് ട്രയാങ്കിളിൽ, ഇപ്പം ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിൾ നോക്കിയേ, ഇവിടെ ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ബേസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ ലൈൻ. അതുപോലെ തന്നെ ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ ലൈൻ. അതെല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. അതായത് ഇൻ എനി ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. മനസ്സിലായല്ലോ? എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ്? ഡ്രോ 3 ട്രയാങ്കിൾസ് വിത്ത് ലെങ്ത്സ് ഓഫ് 2 സൈഡ്സ് 4 cm and 5 cm and the angle between them is 60 degree, 90 degree, 120 degree. Draw the circumcircle of each. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 3 ട്രയാങ്കിൾ വരയ്ക്കണം. ഒരു സൈഡ് 4 സെന്റിമീറ്ററും ഒരു സൈഡ് 5 സെന്റിമീറ്ററും ഉള്ള 3 ട്രയാങ്കിൾസ് വരയ്ക്കണം. എന്നിട്ട് ആ 3 ട്രയാങ്കിൾസിന്റെ സർക്കിൾ നമുക്ക് വരയ്ക്കണം അല്ലേ? അതല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അതെ. പിന്നെ അടുത്തത് എന്താണ്? നോട്ട് ഹൗ ദ പൊസിഷൻ ഓഫ് സർക്കംസെന്റർ ചേഞ്ചസ്. അത് നമുക്ക് വരച്ച് കഴിയുമ്പോൾ നോക്കാം. ഇപ്പൊ നമുക്ക് എന്താ വരയ്ക്കണ്ടേ? ഈ 3 ഡിഗ്രിയിലുമുള്ള 3 ട്രയാങ്കിൾസ് വരയ്ക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ നമുക്ക് 60 ഡിഗ്രി എടുക്കാം. 60 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ സൈഡ്സ്, ഒരു സൈഡ് 4 സെന്റിമീറ്ററും ഒരു സൈഡ് 5 സെന്റിമീറ്റർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ആദ്യമേ ഞാൻ 4 സെന്റിമീറ്റർ, ഇവിടുന്ന് 4 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് എത്രയാണ് വേണ്ടേ? 60 ഡിഗ്രിയാണ് വേണ്ടേ. അപ്പം ഇവിടുന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 60 ഡിഗ്രി അളന്നെടുക്കുന്നു. ഏകദേശം ഇവിടെ ഇതായിരിക്കും 60 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. എന്നിട്ട് ഇവിടുന്ന് ആ 60 ഡിഗ്രി ഒരു 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. അപ്പം ഇതൊരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. 5 സെന്റിമീറ്റർ. അപ്പൊ ഇത് എത്രയാ? ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ സൈഡും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ആ ട്രയാങ്കിളിന്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്, മറ്റേ സൈഡ് 5 സെന്റിമീറ്റർ ആണ്. ഇനി എന്താ അനുവദിക്കുന്നത്? ഇതിനൊരു സർക്കിൾ വരയ്ക്കണം. അതിനെന്ത് ചെയ്യണം? അതിനാദ്യമേ താഴത്തെ ബേസ് സൈഡ് എടുക്കുന്നു. ബേസ് സൈഡിന്റെ നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണ്ടേ? അപ്പൊ ഇവിടുന്ന് പകുതിയിൽ കൂടുതൽ ലെങ്ത് നമ്മുടെ കോമ്പസിൽ അളന്നെടുത്ത് ഒരു ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വരയ്ക്കുന്നു. ഇത് ഞാൻ റഫ് ആയിട്ട് വരയ്ക്കുന്നതാണ്, ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ കാണിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് പകുതിയിൽ കൂടുതൽ ഇങ്ങോട്ട് അടന്നെടുത്ത് ഇങ്ങോട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക്
താഴത്തെ സൈഡിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇനി നമുക്ക് ആ 5 സെന്റിമീറ്റർ സൈഡിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പൊ അതിനുവേണ്ടി പകുതിയിൽ കൂടുതൽ അളന്നെടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുന്ന ആർക്ക്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ ആ 5 സെന്റിമീറ്റർ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അതുപോലെ തന്നെ തേർഡ് സൈഡിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പം ഇവിടുന്ന് പകുതിയിൽ കൂടുതൽ ഇങ്ങോട്ട് ലെങ്ത് അളന്നെടുത്ത് കോമ്പസിൽ അളന്നെടുത്ത് ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും ആർക്ക് വരയ്ക്കുന്നു. അപ്പൊ എന്താണ്, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുന്നു. അപ്പൊ ഈ 3 പോയിന്റും ഈ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടറും കടന്നു പോകുന്ന ഒരു സിംഗിൾ പോയിന്റിലൂടെ അല്ലേ? അതെ, ഈ പോയിന്റ്. ആ പോയിന്റ് സെന്റർ ആക്കിയെടുത്ത് ആ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള ലെങ്ത് റേഡിയസ് ആക്കിയെടുത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഞാൻ ഈ പോയിന്റ് സെന്റർ ആക്കിയെടുത്ത് ഇവിടുന്ന് ഈ ലെങ്ത് റേഡിയസ് ആക്കിയെടുത്ത് ഒരു ട്രയാങ്കിൾ, ഒരു സർക്കിൾ വരച്ചാൽ നമുക്ക് ഇതിനൊരു സർക്കം സർക്കിൾ, ആ ട്രയാങ്കിളിനൊരു സർക്കം സർക്കിൾ കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് 90 ഡിഗ്രി. ഇത് കറക്റ്റ് സർക്കിൾ അല്ല, എന്നാലും സർക്കിൾ ആണെന്ന് ഓടുക. ഓക്കെ, ഇനി നമുക്ക് 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ ആദ്യമേ ഒരു 4 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഇത് 4 സെന്റിമീറ്റർ. ആ ലൈനിന്റെ ഒരു സൈഡിൽ നിന്ന് 90 ഡിഗ്രി അളന്നെടുത്ത് 5 സെന്റിമീറ്റർ ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. 90 ഡിഗ്രി, ഇത് 5 സെന്റിമീറ്റർ. പിന്നെ ബാക്കി 2 വെർട്ടെക്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അപ്പം ഇതിന്റെ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതെ. ഇനി ഇതിനൊരു സർക്കം സർക്കിൾ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടേ? സർക്കം സർക്കിൾ വരയ്ക്കാൻ ആദ്യമേ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഈ ലൈനിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ മുമ്പേ വരച്ച പോലെ തന്നെ കോമ്പസിൽ പകുതിയിൽ കൂടുതൽ അളന്നെടുത്ത് മുകളിലും താഴെ ആർക്ക് വരയ്ക്കുന്നു. മുകളിലും താഴെ ആർക്ക് വരയ്ക്കുന്നു. ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ താഴെ ബേസ്, ഇതിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. പകുതി കൂടുതൽ അളന്നെടുത്ത് മുകളിലും താഴെ ആർക്ക് വരയ്ക്കുന്നു, അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇനി തേർഡ് സൈഡ്, ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ അതിനും മുകളിലും താഴെ ആർക്ക് വരയ്ക്കുന്നു, ഇത് തമ്മിൽ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെന്റർ പോയിന്റ് കിട്ടി. ഈ 3 ലൈനിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്നത് കടന്നു പോകുന്ന ഒരു പോയിന്റ് കൂടെയാണ് അല്ലെ? ആ പോയിന്റ് നമുക്ക് സെന്റർ ആക്കി വെച്ച് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഒരു വെർട്ടെക്സിലോട്ടുള്ള ലെങ്ത് റേഡിയസ് ആക്കി എടുത്തൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ സർക്കിൾ വരച്ചാൽ ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് കിട്ടും. ഇതിപ്പോ ഒരു സ്ക്വയർ പോലെ തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ഒറിജിനൽ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം 90 ഡിഗ്രി വെച്ചുള്ള ഒരു ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ നമ്മൾ വരച്ചു. ഇനി എത്രയാണ് വരച്ചിരിക്കുന്നത്? 120 ഡിഗ്രി. 120 ഡിഗ്രി ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനെന്താ വേണ്ടേ? ആദ്യമേ 4 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റിൽ നിന്ന് 120 ഡിഗ്രി അളന്ന് 5 സെന്റിമീറ്റർ വരയ്ക്കുന്നു. എത്രയാണ്? ഇത് 5 സെന്റിമീറ്റർ. ഇത് എത്രയാണ്? 4 സെന്റിമീറ്റർ. അപ്പോൾ 5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള 2 ലൈൻ തമ്മിൽ, 2 വെർട്ടെക്സ് തമ്മിൽ, അല്ലെങ്കിൽ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇതൊരു 120 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിനൊരു സർക്കം സർക്കിൾ വരയ്ക്കണം. അതിനെന്താ ചെയ്യേണ്ടേ? ആദ്യമേ ഈ 120 ഡിഗ്രി ഈ ആംഗിൾ, ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുന്നു. അതിനുവേണ്ടി മുകളിലും താഴെ ആർക്ക് വരയ്ക്കുന്നു. പകുതിയിൽ കൂടുതലാണ് നടന്നത് ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്കുകൾ നമ്മൾ ജോയിൻ ചെയ്താൽ ആ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അതുപോലെ തന്നെ ബേസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കണ്ടേ? നമുക്ക് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. മുകളിലും താഴെ ആർക്ക് വരച്ച് ഈ ആർക്ക് നമ്മൾ ജോയിൻ ചെയ്താൽ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും.
അതുപോലെ തന്നെ തേർഡ് ലൈൻ, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പം മുകളിലും താഴെ ആർക്ക് വരയ്ക്കുന്നു, ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ തേർഡ് ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുന്നു. ഇത് മൂന്നും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റിലല്ലേ? അതെ. ഈ പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ടുള്ള ദൂരം റേഡിയസ് ആക്കി എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിള് ആ ട്രയാങ്കിളിന്റെ 3 സൈഡിൽ കൂടെ പാസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരച്ചതെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഞാൻ ഇതിന്റെ ഒറിജിനൽ ഫിഗേഴ്സ് ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഇരിക്കും? ഓക്കെ, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ, ഫസ്റ്റ് സർക്കിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ഇതിന്റെ ഈ ആംഗിള് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്. അപ്പം അതിനൊരു സർക്കിൾ ഞങ്ങൾ വരച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് സർക്കിൾ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്തേ. ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഈ സൈഡ് 4 സെന്റിമീറ്ററും ഈ സൈഡ് 5 സെന്റിമീറ്ററും ആയിരിക്കും. അപ്പം അതിന്റെ ഒരു സർക്കിൾ നമ്മൾ വരച്ചില്ലേ? അതുപോലെ തന്നെ തേർഡ് സർക്കിൾ നോക്കിയേ. ഇതില് ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. താഴത്തെ ഈ സൈഡ് 4 സെന്റിമീറ്ററും ഈ സൈഡ് 5 സെന്റിമീറ്ററും ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഫിഗർ. ഓക്കെ, ഇനി ഇതിന്റെ സർക്കം സെന്ററുകൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കി. സർക്കം സെന്ററുകൾക്ക് എങ്ങനെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത് നോക്കി. അതായത് 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ച് ഒരു ആംഗിൾ 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞപ്പം അതിന്റെ സർക്കം സെന്റർ എവിടെയാ വന്നേ നോക്കി? ഇവിടെ. അതെവിടെയാണ്? ട്രയാങ്കിളിനകത്തല്ലേ വന്നേ? അതെ, ശ്രദ്ധിച്ചോ? അത് അങ്ങനെയാണ് 90 ഡിഗ്രി ഉള്ള ആംഗിളുള്ള ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ സർക്കം സെന്റർ എവിടെയാ വന്നത്? ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനൂസ് അല്ലെങ്കിൽ ട്രയാങ്കിളിലെ ഒരു പോയിന്റ് അല്ലേ അതിന്റെ സർക്കം സെന്റർ വന്നേ? അതെ. അതേസമയം അത് 120 ആയപ്പോഴോ ആ ട്രയാങ്കിളിന് പുറത്തുള്ള ഒരു പോയിന്റ് ആണ് സർക്കം സെന്റർ വന്നത്, അല്ലേ? അപ്പം അക്യൂട്ട് ആംഗിൾസിൽ ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സർക്കം സെന്റർ ട്രയാങ്കിളിന്റെ അകത്തായിരിക്കും. അതുപോലെ തന്നെ 90 ഡിഗ്രി ഉള്ളതാണെങ്കിൽ ട്രയാങ്കിളിന്റെ പുറത്തായിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി ഉള്ളതാണെങ്കിൽ അത് ട്രയാങ്കിളിൽ തന്നെയായിരിക്കും. ട്രയാങ്കിളിലെ സർക്കം സെന്റർ എന്ന് പറയുന്നത് ട്രയാങ്കിളിലെ ഒരു പോയിന്റ് ആയിരിക്കും. അതേസമയം അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിലോ അതിന്റെ ആ ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ ട്രയാങ്കിളിന് വെളിയിലായിരിക്കും, പുറത്തായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇതിന്റെ പൊസിഷൻ, സർക്കം സെന്ററിന്റെ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ 8 സെന്റിമീറ്റർ ലോങ്. അല്ലെ, ഈക്വൽ സൈഡ്സ് ഓഫ് എന്താണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത തന്നെയാണ്? അതിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്നാ? ദ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ 8 സെന്റിമീറ്റർ ലോങ് ആൻഡ് ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് സർക്കം സർക്കിൾ ഈസ് 5 സെന്റിമീറ്റർ. അപ്പൊ ആ ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തന്നിരിക്കുന്നുണ്ട്, പിന്നെ അതിന്റെ സർക്കം സർക്കിളിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് തേർഡ് സൈഡ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ഐസോസെലസ് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ലെങ്ത്, ഈക്വൽ സൈഡിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ്, സർക്കം സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ആ പടം ഒന്ന് വരയ്ക്കാം. ആ പടം വരച്ചു കഴിഞ്ഞാൽ ഇതാണ് സെന്റർ. നമുക്ക് തന്നിരിക്കുന്നത് ABC എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. AB എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? നമുക്കിവിടെ എത്ര തന്നിരിക്കുന്നത്? AB-യും AC-യും നമുക്ക് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, അല്ലെ? അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ OB എന്ന് പറയുന്നതല്ലേ ഇതിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് AB-യും AC-യും 8 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഏതാണ്? OB. റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. റേഡിയസ് 5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അതായത് റേഡിയസ് OB റേഡിയസ് ആണ്. അതുപോലെ തന്നെ OA റേഡിയസ് അല്ലേ? OA റേഡിയസ് ആണ്. അതുപോലെ OC റേഡിയസ് അല്ലേ? OC-യും റേഡിയസ് ആണ്. അത് എത്ര തന്നിരിക്കുന്നത്? 5 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഞാൻ എയിൽ നിന്ന് BCയുടെ സെന്ററിലേക്ക്
ഒരു ലൈൻ വരയ്ക്കും, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, എയിൽ നിന്ന് ബി സിയുടെ സെൻറ്ററിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ആ ലൈനെ ഞാൻ ഈ ബി സിയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എയിൽ നിന്ന് ബി സിയുടെ സെൻറ്ററിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പോയിന്റിനെ, ബി സിയിലെ സെൻറ്ററിലെ ആ പോയിന്റിനെ, അത് ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ ഞാൻ ഡി എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? ഡി ബിയും ഡി സിയും ഈക്വൽ അല്ലേ? അല്ലേ? ഡി ബി ഈസ് ഈക്വൽ ടു ഡി സി അല്ലേ? കാര്യം സെൻട്രലിലോട്ടാണ് വരുന്നത് അല്ലേ? അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ബി ഡി ഈ ലെങ്തും ഡിയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ലെങ്തും ഈക്വൽ ആയിരിക്കും. ഓക്കെ, കൺസ്ട്രക്ഷൻ മനസ്സിലായല്ലോ? ഇനി ഞാൻ ഈ ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഈ എ ഡി എന്ന് പറയുന്ന ഈ പെർപെൻഡിക്കുലർ അല്ലേ, ഞാൻ ആ സർക്കിളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് ഇവിടുന്ന് നേരെ താഴേക്ക് ഞാൻ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ പോയിന്റിനെ ഞാൻ ഇ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഒ ഇ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഒ ഇ എത്രയാ? ഒ ഇ എത്രയാണ്? ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക്, അത് സർക്കിളിന്റെ റേഡിയസ് അല്ലേ? അപ്പൊ ഒ ഇ നമുക്ക് 5 സെന്റിമീറ്റർ തന്നു. കാരണം ക്വസ്റ്റിന് റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം ഒ ഇ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഒയിൽ നിന്ന് ഡി വരെയുള്ള ഈ ലെങ്ത് ഞാൻ എക്സ് സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു അല്ലേ? അങ്ങനെ ഞാൻ എക്സ് സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. അപ്പം ലെറ്റ് ഒ ഡി ഈസ് ഈക്വൽ ടു എക്സ് സെന്റിമീറ്റർ. ഒയിൽ നിന്ന് ഡിയിലേക്കുള്ള ഈ ലൈന്, ഈ ലെങ്ത് ഞാൻ എക്സ് സെന്റിമീറ്റർ ആക്കി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡി എത്രയായിരിക്കും? ഒ ഡി എക്സ് ആണെങ്കിൽ ഡി എത്രയായിരിക്കും? ഡി എത്ര വരും ഒന്ന് ആലോചിച്ചേ. ഒ ഇ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, ഒ ഡി എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എത്രയായിരിക്കും? അതെ, 5 മൈനസ് എക്സ് അല്ലേ? ഇത് 5 മൈനസ് എക്സ് അല്ലേ? 5 മൈനസ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എ ഇ സി, അതായത് ഞാൻ ഇയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. എയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇപ്പൊ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ കിട്ടില്ലേ? കൺസിഡർ. അപ്പം നമ്മൾ ആദ്യമേ കൺസിഡർ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ഇ സി. അപ്പൊ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ എ ഇ സി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എ സി 8 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ? എ സി 8 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇ സി എത്രയായിരിക്കും? ഇ സി എത്രയായിരിക്കും? ഇ സി എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇ സി എത്രയായിരിക്കും? ഇ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ഇ സ്ക്വയർഡ് മൈനസ് എ സി സ്ക്വയർഡ് അല്ലേ? ആണോ? അതെ. അപ്പൊ എ ഇ എന്താണ്? എ ഇ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പം റേഡിയസ് 5 ആണെങ്കിൽ ഡയമീറ്റർ എത്രയാണ്? 10 ആയിരിക്കും. അപ്പം എ ഇ എത്രയാണ്? 10. 10 സ്ക്വയർഡ് മൈനസ് എ സി എത്രയാണ്? എ സി 8 സെന്റിമീറ്റർ ആണ്. 10 സ്ക്വയർഡ് മൈനസ് 8 സ്ക്വയർഡ്. അപ്പൊ ഇ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 10 സ്ക്വയർഡ് മൈനസ് 8 സ്ക്വയർഡ് ആയിരിക്കും. റൂട്ട് ഓഫ് 10 സ്ക്വയർഡ് മൈനസ് 8 സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 100 മൈനസ് 64 എത്ര വരും? റൂട്ട് ഓഫ് 36 വരും അല്ലേ? റൂട്ട് ഓഫ് 36 എന്ന് എത്രയാണ്? 6 അല്ലേ? അപ്പം ഇ സി നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇ സിയുടെ വാല്യൂ, ഇ സി എത്ര? ഇ സിയുടെ ലെങ്ത് കിട്ടിയില്ലേ? ഇ സി എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലോ? ട്രയാങ്കിൾ ഇ ഡി സി. നമുക്ക് ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഇ ഡി സി, ഈ റൈറ്റ് ട്രയാങ്കിൾ ഇ ഡി സിയിൽ ഡി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി? ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഇ ഡി സി, ഇതിനകത്ത് ഡി സി സ്ക്വയർഡ് എത്രയാണ്? ഇ സി സ്ക്വയർഡ് മൈനസ് ഡി സ്ക്വയർഡ് അല്ലേ? അപ്പം ഡി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ സി സ്ക്വയർഡ് മൈനസ് ഡി ഇ സ്ക്വയർഡ് അല്ലേ? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. ഇൻ ട്രയാങ്കിൾ എ ഡി സി, എ ഡി സി എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ഇൻ
റൈറ്റ് ട്രയാങ്കിൾ എ ഡി സി. ഇവിടെ ഡി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കിയേ, ഡി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി സ്ക്വയർഡ് മൈനസ് എ ഡി സ്ക്വയർഡ് അല്ലേ? അതെ, എ സി സ്ക്വയർഡ് മൈനസ് എ ഡി സ്ക്വയർഡ്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുന്നു. അപ്പൊ ഈ രണ്ടിനകത്തും ഡി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ടിനകത്തും നമ്മൾ ഇക്വേഷൻ ഈ 1ൽ നിന്ന് ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഫ്രം 1 and 2 നമുക്ക് എന്തെഴുതാൻ പറ്റും? എന്തെഴുതാൻ പറ്റും? ഇ സി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമല്ലേ? അതെ, കാരണം രണ്ടിടത്തും ഡി സി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇത്. ഇ സി സ്ക്വയർ മൈനസ് ഫസ്റ്റ് ട്രയാങ്കിളിൽ ഡി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ സി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർഡ്. സെക്കൻഡ് ട്രയാങ്കിളിൽ ഡി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർഡ്. അപ്പൊ നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇ സി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർഡ്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. ഇ സി സ്ക്വയർഡ് എത്രയാണ്? ഇ സി എത്രയാണ്? നമുക്ക് ഇ സി നമുക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം 6 സ്ക്വയർഡ് മൈനസ് ഡി എത്രയാണ്? ഡി നമുക്ക് 5 മൈനസ് എക്സ് ആണ്. അപ്പം 5 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എ സി എത്രയാണ്? എ സി 8 ആണ്. 8 സ്ക്വയർഡ് മൈനസ് എ ഡി സ്ക്വയർഡ് എത്രയാണ്? എ ഡി ഇതുവരെ 5 ആണ്. O ടു എ 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. O ടു ഡി എക്സ് സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡി എത്രയാണ്? 5 പ്ലസ് എക്സ് അല്ലേ? എ ഡി 5 പ്ലസ് എക്സ് അല്ലേ? അതെ, അപ്പം 5 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർഡ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താലോ? 36 മൈനസ് ഇത് ഏത് ഫോമില? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ്. അപ്പൊ അതിന് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർഡ്. അതായത് എ സ്ക്വയർ 25 മൈനസ് 10x പ്ലസ് എക്സ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 8 സ്ക്വയർഡ് എത്രയാണ്? 64. 64 മൈനസ് ഇത് ഏത് ഫോമില? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർഡ്. അത് എത്ര വരും? 25 പ്ലസ് 10x പ്ലസ് എക്സ് സ്ക്വയർഡ്. അപ്പം അത് എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് കിട്ടിയത് 36 മൈനസ് 25 മൈനസ് 10x പ്ലസ് എക്സ് സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 64 മൈനസ് 25 പ്ലസ് 10x പ്ലസ് എക്സ് സ്ക്വയർഡ് എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പം 20x ഈസ് ഈക്വൽ ടു 64 മൈനസ് 36 എന്ന് കിട്ടും. 64 മൈനസ് 36 എത്രയാണ്? 28. അപ്പം നമുക്ക് 20x ഈസ് ഈക്വൽ ടു 28 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാണ്? 28/20. 28/20 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 28/20 ഈക്വൽ ടു എത്ര വരുന്നത്? 1.4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി 1.4 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ ഇത് 1.4 സെന്റിമീറ്റർ എന്നാണ് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സൈഡ് ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? തേർഡ് സൈഡ് ബി സി അല്ലേ? ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 1.4 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. എക്സ് ഈസിക്കൽ ടു 1.4 സെന്റിമീറ്റർ. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ ഇ എ ഡി സി ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ എന്താണ്? ഇതിനകത്ത് ഡി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർഡ് അല്ലെ? ട്രയാങ്കിൾ എ ഡി സിക്ക് അകത്ത് ഡി സി സ്ക്വയർഡ് എന്താണ്? എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. നമുക്ക് ഇവിടെ ഒന്നുകൂടെ എഴുതാം. ഇൻ ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യുക. അപ്പം അതിൽ ഡി സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി സ്ക്വയർഡ് മൈനസ് എ ഡി സ്ക്വയർഡ്. അപ്പൊ നമുക്ക് എ സി എത്രയാണ്? എ സി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇംപ്ലൈസ് ഡി സി എന്താണ്? ഡി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർഡ് മൈനസ് എ ഡി സ്ക്വയർഡ് അല്ലേ? സ്ക്വയർ ആണെങ്കിൽ റൂട്ട് എടുത്താൽ പോരെ? ഓക്കെ, അപ്പൊ ഡി സി എന്താണ്? നമുക്ക് എ സി റൂട്ട് ഓഫ് എ സി സ്ക്വയർഡ് മൈനസ് എ ഡി സ്ക്വയർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്
റൂട്ട് ഓഫ് എ സി സ്ക്വയർഡ് എന്താണ്? നമ്മുടെ ഫിഗർ നോക്കി, എ സി സ്ക്വയർഡ് 8 എന്ന് കിട്ടി. 8 എ സി സ്ക്വയർഡ്, എ സി 8 ആണ്. അപ്പം എ സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർഡ് മൈനസ് എ ഡി എത്രയാണ്? നോക്കി, എ ഡി എത്രയാണ്? എ ഡി, അതായത് എ ഓഫ് 5 ആണ്. ഒ ഡി എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു. എക്സിന്റെ വാല്യൂ നമുക്ക് 1.4 എന്ന് കിട്ടി. അപ്പൊ എത്രയാണ്? 5 പ്ലസ് 1.4 എത്രയാ? എ ഡി എന്ന് പറയുന്നത് എത്രയാ? 5 പ്ലസ് 1.4, അതായത് 6.4 എന്ന് കിട്ടിയില്ലേ എ ഡി? എ ഡി 6.4 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 6.4 ദ ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 സ്ക്വയർഡ് എത്രയാണ്? 64 മൈനസ് 6.4 ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറയുന്നത് നമുക്ക് 40.96 വരും. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 64 മൈനസ് 40.96 റൂട്ട് ഓഫ് 23.04. റൂട്ട് ഓഫ് 23.04 എന്ന് പറഞ്ഞാൽ 4.8 സെന്റിമീറ്റർ. അതായത് നമുക്ക് ഡി സി 4.8 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഞാൻ ഫിഗർ നോക്കിയേ, ഡി സി അതായത് ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 4.8 സെന്റിമീറ്റർ എന്ന്. ഇവിടെ ഡി സി ഈസിക്കൽ ടു ബി ഡി അല്ലേ? അപ്പം ഇതിന്റെ ഈ ഫുൾ ലെങ്ത് എത്രയായിരിക്കും? 2 ഇൻറ്റു ഡി സി, അല്ലെങ്കിൽ ഡി സി ഈസിക്കൽ ടു ബി ഡി. അപ്പം ബി സി എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഡി സി അല്ലേ? അപ്പം നമുക്ക് എന്താണ്? ബി സി ഈസിക്കൽ ടു എത്രയാ ഉള്ളത്? therefore BC is equal to 2 into DC which is equal to 2 into 4.8. 2 into 4.8 എത്രയാണ്? 9.6 സെന്റിമീറ്റർ. അപ്പൊ ആ ലെങ്ത് എത്ര? ലെങ്ത് ബി സി എത്ര കിട്ടിയത്? തേർഡ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? തേർഡ് സൈഡ് is equal to 9.6 സെന്റിമീറ്റർ. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ഈ ടോപ്പിക്കിൽ നമ്മൾ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? കൺസ്ട്രക്ഷൻ ഓഫ് എ സർക്കിൾ പാസിംഗ് ത്രൂ 1 പോയിന്റ്, ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. പിന്നെ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നതിന് 2 കേസ് ഉണ്ട്. പോയിന്റ്സ് എല്ലാം ഓൺ എ ലൈന്, അതായത് ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ നമുക്ക് അതിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടു. ഒരു ലൈനിൽ വരുന്ന ഈ 3 പോയിന്റ് ഒരു ലൈനിൽ വരുന്ന പോയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ആ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് കണ്ടു. അതുപോലെ തന്നെ സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എന്താന്ന് പഠിച്ചു. ഒരു ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ എന്താണെന്ന് പഠിച്ചു. അതായത് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് നമ്മൾ സർക്കം സർക്കിൾ എന്ന് പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു പഠിച്ചില്ലേ? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു സിംഗിൾ പോയിന്റിലെ ഇന്റർസെക്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഈ സെക്ഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Manorama Horizon, learning made simple.